അടിയന്തരാവസ്ഥ കാലത്ത് കാട് കയറിയ മഹാൻ നക്സലേറ്റ് കുട്ടാപ്പേട്ടൻ. പ്രസാദേട്ടാ നിങ്ങളെ മാമ അവള് പുലിയട്ടോ. ഞാൻ ഒരുമിച്ചല്ലേ സത്യമംഗലം കാട്ട് കഴിഞ്ഞ്. അല്ല നിങ്ങൾ നാസർ വായിക്കുന്ന ആളല്ലേ? ഇങ്ങനത്തെ നിങ്ങൾ ആ ചേച്ചിന്റെ ബ്ലൗസ് എടുത്തുകൊണ്ടൊന്ന് കൊടി നാട്ടിയേ. അതോടെ ഓളൊരു കാര്യം തീരുമാനിച്ചിരിക്കണ്, ഓനെയും കൊണ്ടേ ഓള് പോകൂ. അതെന്താ ഓളിപ്പോ ചോരയാ കുടിക്കല്? കുട്ടിയാപ്പേട്ട ഐ ലവ് യു. അതാ പൊട്ടിച്ചു. ഈ ആഴ്ച ഇത് 5ാമത്തെ ക്ലാസ്സാട്ടോ പൊട്ടിക്കണ്. ഇങ്ങനെ പോയാൽ വെള്ളം കുടിക്കണം, ചിരട്ടയിലിട്ടം കുടിക്കേണ്ടി വരും. ഗ്ലാസ് മാത്രമല്ല, ഇവിടെ ആകെ ഒരു ബക്കറ്റ് ഉണ്ടായിന്, അത് തല്ലി പൊട്ടിച്ച് കിണറ്റിലിട്ട്. പിന്നെ കക്കൂസ് കൊണ്ടുപോണ ബക്കറ്റ് 24 മണിക്കൂറും ബഷീർക്കൻ്റെ കയ്യിലായത് കൊണ്ട് അത് സേഫാ. അല്ല നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഇന്റെ പാൽപാത്രേ ആന കരിമ്പൻ തോട്ടത്തിൽ കയറി അതിന്റെ ചവിട്ടി കൂട്ടിയിട്ടിക്കണ്. അതെന്തായാലും ഗുണായി. മാസങ്ങളോളം കഴുകാണ്ട് കൊണ്ടു കിടക്കുന്ന ആ പാത്രം ചവിട്ടി പൊട്ടിച്ചതാ ഇവന്റെ പ്രാന്ത് കൊണ്ട് കിട്ടിയ ഏക ഗുണം. അത് ശരിയാ. പിന്നൊരു കാര്യം അറിയോ നിങ്ങൾക്ക്? ഒരു വ്യക്തിന്റെ ശരീരത്തിൽ ബാധ കൂടി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ എല്ലാ നിയന്ത്രണവും ബാധയുടെ കീഴിലായിരിക്കും. പിന്നീട് ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. അതന്നെയാ മോനെ, ഇന്നലെ ഉണ്ട് അമ്മിക്കല്ലെടുത്ത് ഒറ്റ കൈ കൊണ്ടോ അങ്ങനെ പൊന്തിച്ചിക്കണ്. 3 ദിവസം മുമ്പല്ലേ ഓനാ ഡൈനിങ് ടേബിൾ ഒറ്റ ചോയ്റ്റല്ല, പൊറോട്ട ചോയ്റ്റനായി. ഞങ്ങളൊരു കാര്യം ഉറപ്പിച്ചോ, ഓന്റെ ശരീരത്തിൽ കയറിയിട്ടുള്ള ഏതോ പൊറാട്ടടിക്കാരന്റെ ബാധയാ. ഒരാഴ്ചയായിട്ടും പൊറോട്ട ബീഫ് കഴിക്കുന്നത് തന്നെ. എന്താ വിശേഷം? ഇവിടുന്ന് പോകാൻ ശേഷം നിങ്ങളെ വിളിയൊന്നും കാണില്ല. വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലാന്ന്. നിതീഷിനെ ഒരു മാനസിക വിഭ്രാന്തി. ഭ്രാന്തൊന്നല്ല. പിന്നെന്താണ് നിങ്ങളും കുട്ടികളൊന്നും ഇല്ലായിട്ട് ഇവിടെ ഒരു ഉഷാറില്ലാന്ന്. താക്കോൽ ഇവിടെ ഉണ്ടാവും, നിങ്ങൾ വന്നിട്ട് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ചോദിച്ചാൽ മതി കേട്ടോ. ഞാൻ പടില്ലെങ്കിലും ആയിക്കോട്ടെ. എന്നാൽ ശരി, ഓക്കെ. ഏത് ഗതികെട്ട നേരത്താ എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത്? അതെന്തേ നക്സൽ മാമ? എടോ, അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇതുപോലെ പാട്ടെ ചായ കുടിക്കേണ്ട ഒരു ഗതികേട് എനിക്ക് വന്നിട്ടില്ലടോ. ഏതോന്നോ? അല്ലടോ, ആ കിണറിലെ കപ്പി കയറി പോയി. ഇനി എന്താക്കട നമ്മള്? എന്താക്കാനാ? ഓന് കണ്ണടച്ചൊന്ന് കിട്ടായിട്ടാടോ. നിങ്ങൾ ഇതെന്താ അറിഞ്ഞിട്ടേ പറയുന്നത്? ഇതൊന്നും ചെയ്യുന്ന ഓനല്ലാന്ന്. പിന്നെ ആരാടോ? ഓന്റെ അച്ഛനോ? ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് ഈ നക്സൽ കുട്ടിയാപ്പൂനറിയാം. കാണിച്ചു തരാൻ. മാമൻ ചെന്ന് വല്ല കയ്യബദ്ധവും കാണിച്ചാ നമ്മളൊക്കെ കുടുങ്ങും. വീരപ്പന്റെ കയ്യിൽ നിന്നൊക്കെ പരിശീലനം സിദ്ധിച്ച ആളാ. അതിനെപ്പറ്റി നിങ്ങളാരും പേടിക്കണ്ട, അത് നക്സൽ മാമൻ കൈകാര്യം ചെയ്തോളൂ. ആരും ചെല്ലുന്നു പിടിച്ചു മാറ്റിയടോ. 2 കിട്ടിക്കോട്ടെ, ചിലപ്പം ബാധ പോയാലോ? ബാധയായിരിക്കില്ല, ചിലപ്പോ ബോധമായിരിക്കും പോവുക. നക്സൽ മാമനോട് പോയി. അയ്യോ, പറഞ്ഞ പോലെ മാമനടെ സ്വന്തം മരുല്ലാത്തതുകൊണ്ട് അല്ലടോ, മാമനടെ പോയി. അല്ലടോ, ഇതെന്താ ചാക്കില് അനങ്ങുന്നുണ്ട്? എല്ല മോനെ, ഇവൻ മാമനെ കൊന്ന് ചാക്കിലാക്കിയോ? കേറി പാടാ, വാ വാ വാ, കേറി വാ. പിടിക്കേ
അങ്ങോട്ട് മാറടാ. ഇതെന്താ നേരം വെളുത്തിട്ട് ഇവിടെ ചായ ഒന്നും ആയില്ലേ? എന്താ പറ്റിയേ? നിങ്ങളോടൊക്കെ ഞാനൊരു സത്യം പറയാ. സത്യമംഗലം കാട്ടിലായപ്പോ പോലും ഇതുപോലൊരു ആക്രമണം ഞാൻ നേരിട്ടിട്ടില്ല. സത്യത്തിൽ ഓനെന്തോ ഒരു അമാനുഷിക ശക്തി കൈവന്നിട്ടുണ്ട്. തമിഴ്നാട് പോലീസിനും കർണാടക പോലീസിനും കിട്ടാത്തൊരു ശക്തി. ഓന് മുഴുത്ത ഭ്രാന്ത. ഭ്രാന്ത അണക്കാടാ ഭ്രാന്ത. എന്റെ മക്കളെ അതാ വരുന്ന ചങ്ങായി. ഇവിടെ കുറെ ആൾക്കാർ മരിക്കൂ. ഓലെ രക്ഷിക്കാനേ ഞാൻ വന്ന്. വലിയൊരു കോക്കാച്ചിനെ പിടിച്ച് കെട്ടിക്ക ഞാൻ അകത്ത്. കയറോണ്ട് മുറുക്കി കെട്ടിയില്ലെങ്കിൽ പോയിക്കാളോ അത്. ചാക്കിൻ്റെ അകത്ത് പിടിച്ച് കെട്ടിയത് ഞാൻ. നല്ല ഹൈറ്റും വെയിറ്റുണ്ട്. ഇവിടെ 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 വിട്ടാ 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 വിട്ടാ. ആരാതോ കുട്ടിച്ചാത്ത എന്റെ വയ്യത്താൻ നടക്കുക എന്റെ ചോര കുടിക്കാൻ. ഇങ്ങനെ ചിരിക്കണ്ട, അനക്ക് കുട്ടിച്ചാത്തന്റെ ഒരു മുഖണ്ട്. പാപ്പാ പൊയ്ക്കോ പൊയ്ക്കോ പാ 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 പാ. എന്നെ പിടിക്കാൻ നടക്കുകയല്ലേ? ഞാനേ ഈ കോക്കാച്ചിനെ പിടിച്ച് കെട്ടിക്കാട്ടെ, എന്നിട്ട് എന്നെ ശരിയാ. അവിടെ നിക്ക്. വടിയക്ഷ വിട് വിട്, വടിയക്ഷ വിട്, നമ്മള് കമ്പനിയല്ലേ വിട്. അന്ന് ഞാൻ ശരിയാ തരാം. ഇനി ഇങ്ങോട്ട് കളിക്കോ? ഇനി വടിയക്ഷയുടെ അടി. അതാരായി? അല്ല കോക്കാച്ചിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? കോക്കാച്ചിനെ ഞാൻ പിടിച്ച് കെട്ടാൻ പോവാ. പുറത്താരാ? കഥക്ക് തുറ, കഥക്ക് തുറ. പരമാറി കഥക്ക് തുറക്കാം. അല്ലടോ, ഇവന്റെ കാര്യത്തിൽ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? നല്ലതേ കുതിരട്ടത്ത് കൊണ്ടുപോയിട്ട് നല്ലൊരു ഡോക്ടറെ കാണിക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ലടോ. എന്റെ അടുത്ത് ഒരാളുണ്ട് ജിന്ന പറയാൻ, മൂപ്പരെ വിളിക്കാൻ നമുക്ക്. ജിന്ന പറയാനോ? എന്റെ പെണ്ണുങ്ങൾ ജമീലൊക്കെ ഇതേപോലെ ഒരു ബാധ കൂടിനി. അത് മൂപ്പര് വന്നാ റെഡിയാക്കിയത്. എന്നിട്ട് ബാധ പോയോ? ബാധ മൊത്തം ഒഴിഞ്ഞിട്ടി. പോലും സുഖമായിട്ട് കുണ്ടോട്ടിയിൽ ജീവിക്കുക. ആരെ കൂടെ? എന്റെ പെണ്ണുങ്ങളും അവറാനും. അല്ലാന്ന് അപ്പൊ നിങ്ങൾ അവിടുത്തെ വീടെന്താക്കി? അത് ഞാൻ ചെറിയ വാടക കൊടുത്തിക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ വലിയ വാടക കൂടുകയാണല്ലോ. ഇവരെയൊക്കെ പോറ്റും ചെയ്യണം. അപ്പം അതിന്റെ കൂടുതൽ പ്രേതു. ഇങ്ങനെയൊക്കെ ആരാണ് വില്ലേജ് ഓഫീസർ ആക്കിയത്? അതിനെന്തേ? അവറാൻ വന്നിട്ട് ഒഴിപ്പിക്കാൻ ഇവിടെ കൂടിയിട്ടുള്ള ജിന്നല്ല, യക്ഷിയ. അതിങ്ങക്കടോ, ഞങ്ങൾക്ക് ജിന്നാണ്. ഞാൻ ആലോചിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്ത ഒറ്റൊരാളെ കൊണ്ടേ പറ്റൂ. കുഞ്ഞിപ്പടച്ചോൻ തമ്പായി. ആര്? കുഞ്ഞിപ്പടച്ചോൻ തമ്പായി. റേഷൻ പിടിയിൽ വരുന്ന അങ്ങോട്ട് നിൽക്കേ. എന്റെ മുമ്പിൽ വേറെ കേട്ടിക്കോ കേട്ടാ? മനസ്സിലായി മനസ്സിലായി. പെറുക്കാനുള്ളതൊക്കെ ഒരാഴ്ച മുന്നേ വന്ന് പെറുക്കിപ്പോയി. ഇനി നിങ്ങൾ ഇവിടെ വന്ന് എന്തെങ്കിലും കട്ടുകൊണ്ടുപോയാലേ അതിന്റെ ഉത്തരവാദിത്തം കൂടി എനിക്കായിരിക്കും. അല്ലേ തന്നെ ഞാൻ കള്ളനായി കുത്തിരിക്കുക. ഞങ്ങള് വായി മൂട്, ഞാൻ കൈകാര്യം ചെയ്യും. മിണ്ടരുത്, ഞാൻ പറഞ്ഞാൽ. ചേട്ടാ, ഞാളിപ്പോ ഇങ്ങോട്ട് വന്നത് അത് അങ്ങോട്ട് വെക്കണോ ചാക്ക്? എടുത്ത് വെക്ക് ചാക്ക്. പോയോ? എടോ, സാധാരണ പെറുക്കാൻ വരല് പകല, ഇതിപ്പോ രാത്രിയാണല്ലോ. നിങ്ങളെല്ലാം കൂടി എന്നെ കള്ളനാക്കോടോ. ഞാൻ ആരാണ് എന്താണെന്ന് അറിയാണ്ട് സംസാരിച്ചിട്ടല്ലോ. ജുബട്ട പറഞ്ഞ എന്നെ ഞാൻ ചിമ്മാൻസിയായി കളയൂ. അത് ശരി, അപ്പൊ ഇതിനെ അങ്ങനെ ആക്കിയതായിരിക്കും അല്ലേ? ദൈവമേ, കുഞ്ഞിപ്പടച്ചോൻ തമ്പായി. തിരുമേനി നമസ്കാരം. നമസ്കാരം നമസ്കാരം. അപ്പൊ അതിലും കൂടുതൽ ആളുണ്ടല്ലോ. ഞാൻ ഇവനല്ലേ ഉള്ളൂ. അപ്പൊ ഇതാരാ? അതാരാന്ന് എനിക്കറിയില്ല. ആവ് ശരിയിലേക്ക് ഞാൻ ശാപിച്ചിങ്ങനെ ആക്കി കഴിഞ്ഞ. അയ്യോ, മാമൻ. മാമനോ? അമ്പേന്റെ ആങ്ങളാ. അമ്മന്റെ മാമൻ ആങ്ങളാന്ന് അറിഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ചേച്ചേനോട്. അല്ല, ഇതെന്താ ഈ വേഷത്തില്? നോമോ? അതായത് പ്രസാദേ, ഈ പോലീസുകാരൊക്കെ കള്ളനെ പിടിക്കാൻ പല മാർഗം ഉപയോഗിക്കും. പ്രത്യേകിച്ച് മഫ്റ്റിയിൽ വരും. അപ്പം ഞാളിങ്ങോട്ട് മഫ്റ്റിയിൽ വന്നതാ. എൻ്റെ യഥാർത്ഥത്തിലുള്ള യൂണിഫോമിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ യക്ഷി ബാലമരത്തുമ്പോൾ കയറി കളിയൊന്ന്. പിന്നെ എനിക്ക് 45-60 വയസ്സായി. മരത്ത് മരുന്ന് പാഞ്ഞു കയറാൻ കഴിയൂല. അതിനെ കൊണ്ടാണ്. മനസ്സിലായോ? ഓമി മണ്ണിൽ കാലുകുത്തിയത് അകത്ത് അറിഞ്ഞിരിക്കണോ?
ചില്ലറക്കാരിയല്ല അകത്തുള്ളത്. ഇതൊക്കെയാ തിരുമേനി ഇവിടുത്തെ പ്രശ്നങ്ങള്. 2 കസേര എടുത്ത് പുറത്തേക്ക് ഇട്ടാലോ? കസേര കളിക്ക് നോമടി ഓണാഘോഷ പരിപാടിക്ക് വന്നതല്ല. എത്രയും പെട്ടെന്ന് ഹോമത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുക. നീ എന്താടാ നോക്കിക്കുന്നത്? അവിടെ നടുമുറ്റത്തുണ്ടാക്ക്. ഇങ്ങോട്ട് വാ, ഇത് തുള്ളന്റെ മാതിരി കളിക്കുന്ന നടുമുറ്റത്തുണ്ടാക്ക്. ഹോമം ഉണ്ടോ? അകത്തല്ലേ? ഇവിടെ ഒന്ന് ഉണ്ടാക്കി തരുമോ ഇനി നടുമുറ്റത്ത്? അതെന്തിനാ? അത് പോകുന്നേരം മനസ്സിലാക്കും. ഇങ്ങോട്ട് ഉണ്ടാക്കാം. ഇതൊന്നും ഒരു അയാളെ കളത്തിലേക്ക് ഇരുത്തുക. ആ ഉണ്ടോ, വലിയ ഉപകാരം കേട്ടോ. കുറെ നേരം കാല് വയ്യീന്ന്. ഇവിടെ ഇരുന്നടാ. അല്ല, ഞാൻ ഇരിക്കുന്നില്ല, നിങ്ങളാടെ ആ കൈ കണ്ട് നീട്ടുക. എന്തിനാ നീട്ടുക. പൊടിയാ നിങ്ങൾ ചെയ്ത്? ഇയാളെ ദേഹത്തല്ലേ ബാധ കയറിയത്? ഇയാളെ ദേഹത്തല്ല ബാധ കൂടിയത്, അകത്തുള്ള ആളെ ദേഹത്താ ബാധ കൂടിയത്. എന്നാ പിന്നെ അകത്തുനിന്ന് അതിനെ ഇങ്ങോട്ട് പതുക്കെ ആനയിച്ച് കൊണ്ടുവരിക. ഇടിച്ച് പോവുക. വീട് തലക്കെട്ടും കെട്ടി കുത്തിരിക്കുന്നു. നയത്തിൽ അതിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക. കളത്തിൽ ഇരുത്ത് തന്നിട്ട് വേറെന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇതൊരുമാതിരി ബസ് സ്റ്റാൻഡ് സെറ്റപ്പ് ആയിപ്പോല്ലോ. ഈ ദേഹം വിട്ടു പോവോ? ദേഹം വിട്ട് പോവില്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. കഴിച്ചിലായി തോന്നുന്നത്. നമുക്ക് പോവാം. ഹലോ, ഉണ്ണിക്കൊരു രോഗം ഉണ്ടായിരുന്നു. ഞാനതൊരു പൂ പറിക്കുന്ന പോലെ പറിച്ചെടുത്തു. ഇനി എപ്പോഴും വേണമെങ്കിൽ പോയിക്കൊള്ള. മനസ്സിലായോ? ഇവിടെ ആർക്കെങ്കിലും ഇതിൽ സംശയം ഉണ്ടോ? നീ ഉണ്ട്? ആ, അപ്പൊ ശരിയായി തരാം. എന്താ പേര്? നിതീഷ്. പോരെ? തൃപ്തിയായല്ലോ? ശരി, അപ്പൊ നമുക്ക് സ്വാമികൾ എന്നെ കാര്യമായിട്ട് അനുഗ്രഹിക്കണം. ആ, അനുഗ്രഹിച്ചു തരാം. ഇപ്പൊ ശരിയായി തരാം. എന്താ അറിയോ, ഞാൻ അബോധാവസ്ഥയിൽ ഇവരോടൊക്കെ വളരെ മോശമായിട്ട് എന്തൊക്കെയോ പറയുകയും ചെയ്തു. അതൊക്കെ ഞാനിപ്പോ ശരിയാക്കി തരാം കേട്ടോ. ബഷീർക്ക, ഇതങ്ങോട്ട് പിടിക്കുക. ഓ അപ്പോട്ടാ, സോറി കേട്ടോ. ഓടിക്കോ. എനക്കല്ലേ ഓമം ആത്തുന്നാക്കാൻ പൂതി. എന്തിനാ ഞാൻ പുറമേ നക്കുന്നില്ല, മനസ്സിലായില്ലേ? കഴിക്കണം. കുഴപ്പമൊന്നുമില്ല. അയാൾ ഫിസിക്കലി നോർമലാണ്. നമുക്കൊരു 2 മണിക്കൂർ ഒബ്സർവേഷനിൽ വെച്ചിട്ട് നോക്കാം ബാക്കി കാര്യങ്ങൾ.
സാറേ ശരിക്കും അവൻ്റെ അവസ്ഥ എന്താ ഇപ്പോൾ? നിങ്ങൾ പറഞ്ഞതുപോലത്തെ രോഗവും ബാധയും ഒന്നും അയാൾക്കില്ല. നാം എന്താണോ കാണുകയും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് അതായിരിക്കും ഒരാളുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റെസ്റ്റ്. അതിൽ പരമപ്രധാനമാണ് സമയാസമയങ്ങളിലുള്ള ഭക്ഷണം, അതേപോലെ ഉറക്കം. ഇയാളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അമിതമായ മൊബൈൽ ഉപയോഗം, ഹൊറർ സിനിമകൾ കണ്ടിരിക്കുക, ഇതൊക്കെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ ഒരുപാട് കുട്ടികൾ ഗെയിമിൻ്റെ ഭാഗമായിട്ട് പല ടാസ്കുകളിലും പെട്ട് ആത്മഹത്യ ചെയ്യുന്നത്? അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. പഴമക്കാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായി തീരുമെന്ന്. ഇവൻ്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത്. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മാനസിക വിഭ്രാന്തി ഉണ്ടാക്കുന്ന ഒന്നിനെയും നിങ്ങൾ തലയിലേക്ക് സ്റ്റോർ ചെയ്യാതിരിക്കുക.